ഞാൻ സുബ്രഹ്മണ്യൻ മാസ്റ്റർ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ക്ലബിൻ്റെ സാരഥിയാണ്. മൊബൈൽ നമ്പർ 8130906237. വയനാട് ടൗൺഷിപ്പ് കഥ തുടരുന്നു. വയനാട് മുണ്ടക്കയം പുഞ്ചരിമട്ടം ചുരൽമല എന്നിവയിൽ നടന്നതായിട്ടുള്ള ഉരുൾപൊട്ടൽ ദുരന്തം ആ പ്രദേശത്തെയാകെ ഇല്ലാതാക്കി. അത്രയും ഗംഭീരമായ ഒരു ഉരുൾപൊട്ടലാണ് അവിടെ നടന്നത്. ഏകദേശം 400-ൽ പരം ജനങ്ങൾ മരിക്കുകയും 100-ൽ പരം ജനങ്ങൾ കാണാതാവുകയും ചെയ്തു. കൂടാതെ അവിടെ താമസിച്ചിരുന്ന 4800-ൽ പരം വാസ സ്ഥലം ഉണ്ടായിരുന്നവർ ഇന്ന് എല്ലാം നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ഇത്രയും അതിഗംഭീരമായ ഈ സംഭവം തീർച്ചയായും കേരളത്തിൻ്റെ ഒരു പ്രകൃതി ദുരന്ത കഥ ആണ് എന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരുടെയും കണ്ണ് നനയിച്ച ഈ സംഭവം ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും അതിന് ആവശ്യമുള്ളതായ തുക കേന്ദ്രത്തിൽ നിന്നും ലഭിക്കണമെന്നും ലക്ഷ്യത്തോടുകൂടി ഇത്തരം അതിജീവനം ചെയ്യപ്പെട്ട വ്യക്തികൾക്ക് ഒരു ടൗൺഷിപ്പ് നിർമ്മിച്ചു കൊടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് കേരള സംസ്ഥാന മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും. അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു വലിയ പ്രൊജക്റ്റ് എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് വിഷ്ണുവർദ്ധനൻ തൻ്റെ ഭാവനയിൽ കണ്ടു. ആദ്യ ഘട്ടം എന്ന നിലയ്ക്ക് സംസ്ഥാനത്തു നിന്ന് മാത്രമല്ല, രാജ്യത്തിൽ നിന്ന് മാത്രമല്ല, വിദേശത്തു നിന്ന് പോലും ദുരിതാശ്വാസ നിധിയിലേക്ക് വളരെയധികം തുക അവർക്ക് സഹായമായി ലഭിക്കുകയുണ്ടായി. കൂടാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി ദുരിതാശ്വാസ സ്ഥലം സന്ദർശിക്കുകയും ഇത്ര വലിയ ദുരന്തമാണെന്ന് മനസ്സിലായ പ്രധാനമന്ത്രി കേരളത്തെ ഒപ്പം നിർത്തുമെന്നും അതിന് വേണ്ട സഹായങ്ങളെല്ലാം നൽകാം എന്നുള്ള വാഗ്ദാനവും ലഭിച്ചപ്പോൾ ഒരു വലിയ പ്രോജക്റ്റ് ആയി
ഈ അതിജീവനത്തിന് വേണ്ടിയുള്ള വയനാട് ടൗൺഷിപ്പ് എങ്ങനെയൊക്കെയാണ് ഇവരെ പുനരധിവസിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയിലായി സംസ്ഥാന മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും. വളരെ അധികം തുക ആവശ്യമുള്ള ഈ പ്രൊജക്റ്റ് എങ്ങനെ വിജയകരമായി നടത്താം എന്ന ചിന്തയിലാണ്. എന്നാൽ ഇതിൽ ലഭിക്കുന്നതായിട്ടുള്ള തുക യാതൊരു വിധത്തിലും മറ്റു കാര്യങ്ങൾക്കായി ഉപയോഗിക്കാതെ എല്ലാ തുകയും ഈ പുനരധിവാസത്തിനായി ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. എന്തു തന്നെയായാലും എത്ര സത്യസന്ധമായി പ്രവർത്തിച്ചാലും ഇതിനെതിരെ ആക്ഷേപം വരും എന്ന് വ്യക്തമായി അറിയാവുന്ന മുഖ്യമന്ത്രി ആദ്യമായി ഈ ദുരിതാശ്വാസ നിധി കൈകാര്യം ചെയ്യുന്നതിനായി ഒരു 5 അംഗ സമിതി രൂപീകരിച്ചു. ഈ 5 അംഗ സമിതിയിൽ 5 വ്യത്യസ്ത രാഷ്ട്രീയക്കാരാണ് അവർ ഉൾപ്പെടുത്തിയിരുന്നത്. വ്യത്യസ്ത രാഷ്ട്രീയക്കാരുടെ മേൽനോട്ടത്തിലാണ് ഈ തുക കൈകാര്യം ചെയ്യുകയുള്ളൂ എന്ന ദൃഢനിശ്ചയത്തോടുകൂടി മുഖ്യമന്ത്രി ഒരു തരത്തിൽ പോലും അഴിമതി നടക്കാതിരിക്കത്തക്ക രീതിയിൽ ഈ ഒരു പ്രൊജക്റ്റ് വിജയകരമായി നടത്തുവാൻ തീരുമാനിച്ചു. ഈ പ്രൊജക്റ്റിന് 3 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഒന്ന്, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന 4800-ൽ പരം പ്രദേശവാസികൾക്ക് താൽക്കാലികമായ ഒരു വാസസ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ്. 2, അതിനുശേഷം ദുരിതാശ്വാസ നിധിയും കേരള ഗവൺമെൻറ്റിനായി കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നതായിട്ടുള്ള തുകയും കൂടാതെ വളരെയധികം സ്ഥാപനങ്ങളും വ്യക്തികളും നൽകുന്നതായിട്ടുള്ള ഈ തുകയും എങ്ങനെ വളരെ വൃത്തിയായി യാതൊരു അഴിമതിയുമില്ലാതെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന ഒരു ദൃഢനിശ്ചയം അവർ ഉണ്ടാക്കി. അങ്ങനെ ഈ ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുവാനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ ഒരു പ്രൊജക്റ്റ് വിജയിപ്പിക്കുന്നതായി കേരള സംസ്ഥാന ഭാരവാഹികൾ തീരുമാനിച്ചു.